Good afternoon, all. Good afternoon, ma'am. Can you sort the notes, Mr. Can you sort the notes? Chapter medical gas system. Started the centralized medical gas system. കാണുന്നുണ്ടോ മാമിന് എല്ലാവർക്കും? എന്തുപറ്റി സുഹാന? ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി കയറി നോക്കിയേ, ജോയിൻ ചെയ്ത് നോക്കിയേ. സഹനക്ക് കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഓക്കെ, നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് ക്വാളിറ്റി അഷുറൻസ് മാപ്പ് കഴിഞ്ഞല്ലോ, നോക്കിയത് നോക്കിയോ എല്ലാവരും? ചാപ്റ്റർ ക്ലിയർ അല്ലേ? അതിൽ ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻസ് ഒന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? ക്ലിയർ ആണ് മാം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ തുടങ്ങിയത് എന്താണ്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ് അല്ലേ? ജസ്റ്റ് അതിൽ ഇൻട്രൊഡക്ഷനും യൂസ് ചെയ്യുന്ന ഏരിയാസും പറഞ്ഞു അല്ലെ. ബാക്കി എടുക്കാം. ബാക്കി നമ്മൾ പറഞ്ഞു 7 ടൈപ്പ് ഗ്യാസുകളെ കുറിച്ചാണ്, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന 7 ഗ്യാസുകളെ കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് മിസ് എടുക്കാം. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. Next, types of medical gases used in hospital. Hospital ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് മെഡിക്കൽ എയർ. Medical air means a clean supply of compressed air used in hospital and healthcare facilities to distribute medical gas. Medical gas വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിലോ അതല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലോ ഉപയോഗിക്കുന്ന കംപ്രസ്ഡ് ആയ അല്ലെ ശുദ്ധമായ വായുവിനെ, ഗ്യാസിനെയാണ് എന്ത് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഇപ്പൊ കംപ്രസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മ വീട്ടില് ഉപയോഗിക്കുന്ന ഗ്യാസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ഇല്ലേ, അത് നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കംപ്രസ്ഡ് ചെയ്ത് പ്രഷർ ചെയ്തിട്ടല്ലേ ഉപയോഗിക്കുന്നത്. ഒരു പ്രഷറിൽ വരാനായിട്ട് നമുക്ക് അതിൽ എന്ത് ഘടിപ്പിച്ചിട്ടുണ്ട്? റെഗുലേറ്റേഴ്സ് ഘടിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ എന്താണ്? ഒരു പ്രഷറിൽ അല്ലെ കംപ്രസ് ചെയ്ത അല്ലെ പ്രഷറിൽ വരുന്ന അതിനെയാണ് കംപ്രസ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മ എന്താണ് മെഡിക്കൽ ഗ്യാസ് വിതരണത്തിന് വേണ്ടി ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ യൂസ് ചെയ്യുന്ന എന്താണ് കംപ്രസ് ചെയ്ത വായുവിന്റെ ശുദ്ധമായ വിതരണത്തെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്ന് വെച്ചാല് ഈ മെഡിക്കൽ എയറിൽ പൊല്യൂഷൻസ് ഇല്ല, മലിനീകരണമില്ല, പാർട്ടിക്കിൾസ് ഇല്ല, പൊടിപടലങ്ങളോ പാർട്ടിക്കിൾസ് ഇല്ല. എന്താണ്? ഓയിൽ ഫ്രീ ആയിരിക്കും, ഓയിൽ ഇല്ല. പിന്നെ എന്താണ്? ഓഡേഴ്സ്, മണമില്ല. അങ്ങനെ ശുദ്ധമായ ഒരു വായുവിന്റെ വിതരണമാണ് മെഡിക്കൽ എയർ. ക്ലിയറായോ? ഒന്നുകൂടെ പറയണം. ഹോസ്പിറ്റലില് എന്താണ് മെഡിക്കൽ ഗ്യാസ് വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ് ഹോസ്പിറ്റലുകളില് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉപയോഗിക്കുന്ന ശുദ്ധമായ വായുവിന്റെ വിതരണത്തെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
ഇപ്പൊ നമ്മ ഈ എന്താ ഹോസ്പിറ്റല് എമർജൻസി ഈ ഓപ്പറേഷൻ റൂമിലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ഇല്ലേ, ഓപ്പറേഷൻ റൂമിൽ കിടക്കുന്ന പേഷ്യൻസ്, ആ പേഷ്യൻസ് ഈ ക്രിട്ടിക്കൽ അല്ലെങ്കിലും ആണെങ്കിലും എന്ത് എടുക്കുന്നുണ്ട്, അവരെ ബ്രീത്തിങ്ങിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് സർജൻ, നമ്മുടെ ഓപ്പറേഷൻ റൂമിലെ സർജന് ഈ മെഡിക്കൽ എയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പേഷ്യൻസിന് ഒരു മെഡിക്കൽ എയർ കൊടുക്കണമെങ്കിൽ ആ എയർ എങ്ങനെയായിരിക്കണം, ശുദ്ധമായിരിക്കണം അല്ലെ, പ്യുവർ ആയിരിക്കണ്ടേ, പ്യുവർ ആയിരിക്കണോ വേണ്ടേ? അപ്പൊ എന്താ, ഈ മെഡിക്കൽ എയർ എങ്ങനെയാണ്, ശുദ്ധമായ ഒരു വായുവിന്റെ വിതരണമാണ് അല്ലെ. ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന കംപ്രസ്ഡ് ചെയ്യുന്ന ശുദ്ധമായ വായുവിന്റെ വിതരണത്തെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ സഹന, ക്ലിയർ ആയോ? ഓക്കെ എല്ലാവർക്കും? നെക്സ്റ്റ് നോക്കിയേ, ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻസ്. ഇതെന്താണ്, പൊല്യൂഷൻ ഇല്ലാത്തതാണ് അല്ലെ, മലിനമല്ലാത്തതാണ്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, ഫോർത്ത് മൊഡ്യൂളിലെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പൊല്യൂഷൻ ഫ്രീ ആണ്, പാർട്ടിക്കിൾസ് ഇല്ല. പിന്നെ എന്താണ്, ഹാസ് നോ ഓയിൽ, ഓയിൽ ഇല്ല, ഓർഡർ ഇല്ല. ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്ന വായുവിന് ഓയിൽ ഉണ്ട്, മണമുണ്ടെങ്കിൽ അത് നമ്മൾ എഫക്ട് ചെയ്യില്ലേ, എഫക്ട് ചെയ്യോ, എഫക്ട് ചെയ്യോ? അപ്പൊ എന്താണ്, ഇത് പൊല്യൂഷൻ ഇല്ലാത്തതാണ്. നമുക്ക് മലിനമായ ഒരു പുക ശ്വസിക്കുകയാണ്, ഫാക്ടറിയിൽ നിന്നുള്ള മലിനമായ ഒരു പുക ശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കില്ലേ, അത് ശ്വസിക്കുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് അല്ലെ, പബ്ലിക്കിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കില്ലേ. അപ്പൊ ഇതെന്താണ്, ഈ മെഡിക്കൽ എയർ എന്ന് പറയുന്നത് എന്താ, പൊല്യൂഷൻ ഫ്രീ ആണ് അല്ലെ, പൊല്യൂഷൻ ഇല്ലാത്തതാണ്, മലിനമല്ല. പിന്നെന്താണ്, പാർട്ടിക്കിൾസ് ഇല്ല, ഓയിൽ ഇല്ല, മണമില്ലാത്ത പ്യുവർ ആയ, ഓർഡേഴ്സ് എന്ന് പറഞ്ഞ മണം, സ്മെല്ല്, അങ്ങനെയുള്ള ഒരു ശുദ്ധമായ വായുവിന്റെ വിതരണമാണ്. ആൻഡ് ഈസ് ഡ്രൈ ടു ബ്ലോക്ക് വാട്ടർ ബിൽഡപ്പ് ഇൻ ദ ഫെസിലിറ്റീസ് ഓഫ് പൈപ്പ് ലൈൻ. വാട്ടർ പൈപ്പ് ലൈനില് എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ മെഡിക്കൽ എയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ മെഡിക്കൽ എയർ നമുക്ക് ഫോഴ്സിൽ, പ്രഷറിൽ ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് കടത്തി വിടാം അല്ലെ. അപ്പൊ നമുക്ക് ആ ബ്ലോക്ക് മാറ്റാൻ സാധിക്കില്ലേ, ആ പൈപ്പ് ലൈനിലുള്ള ബ്ലോക്ക് മാറ്റാൻ സാധിക്കില്ലേ? എന്താണ്, ഈ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈനിലോ അല്ലെങ്കിൽ വാട്ടർ പൈപ്പ് ലൈനിലോ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഇതെന്താണ്, അത് റിമൂവ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ എയർ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, when a patient is in the operating room, whether it is an emergency or not, a surgeon depends on a medical air compressor to keep the patient comfortable and എന്താണ്, ഒരു പേഷ്യൻസ് ഓപ്പറേഷൻ റൂമിലാണെങ്കിൽ ആ പേഷ്യൻസ് എമർജൻസി അല്ലെങ്കിലും ആണെങ്കിലും എന്തെടുക്കുന്നുണ്ട്, ആ പേഷ്യൻസിനെ കംഫർട്ട് ആക്കാം അല്ലെ, ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സർജൻസ് ഈ മെഡിക്കൽ എയറിനെ ആശ്രയിക്കുന്നുണ്ട് അല്ലെ, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയത്? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നമുക്ക് ഈ സെക്ഷൻ ഒന്ന് പതുക്കെ, ഇൻട്രൊഡക്ഷനും ഈ ഒരു ഭാഗവും പതുക്കെ എടുത്തിട്ട് ബാക്കി നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഇതൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയണം, മെഡിക്കൽ എയർ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഭാഗം ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് മുതലൊന്ന് മിസ് പറയാം കേട്ടോ. എന്താണ്, മെഡിക്കൽ ഗ്യാസ് വിതരണത്തിന് വേണ്ടി ഹോസ്പിറ്റലിലോ അതല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലോ ഉപയോഗിക്കുന്ന എന്താണ് വായുവിന്റെ, കംപ്രസ്ഡ് ആയ വായുവിന്റെ ശുദ്ധമായ വിതരണത്തെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ക്ലിയറായോ? ഒരു ശുദ്ധമായ വായു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉപയോഗിക്കുന്ന ശുദ്ധമായ വായുവിന്റെ വിതരണത്തെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്.
നമുക്ക് ബ്രീത്തിങ്ങിന് സഹായിക്കും. നമ്മൾ പറഞ്ഞു അല്ലെ, ലാസ്റ്റ് പറഞ്ഞു സർജൻസ് എന്ത് ചെയ്യാറുണ്ടെന്ന്, മെഡിക്കൽ എയറിനെ ആശ്രയിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഓപ്പറേഷൻ റൂമിലുള്ള പേഷ്യൻസിന്റെ ബ്രീത്തിങ്ങിനെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അവരെ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന എയർ, വായു പൊല്യൂഷൻ ആണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളതാണെങ്കിൽ അവരെ ഹെൽത്തിനെ ബാധിക്കില്ലേ? എഫക്ട് ചെയ്യില്ലേ? അപ്പൊ ഇതെന്തായിരിക്കും? മലിനം അല്ല, പൊല്യൂഷൻ ഇല്ലാത്തതാണ് അല്ലെ, പൊല്യൂഷൻ ഫ്രീ ആയിരിക്കും. പിന്നെ എന്താണ്? പാർട്ടിക്കിൾസ് ഇല്ല. കൂടാതെ എന്താണ്? നോ ഓയിൽ, ഓയിൽ ഇല്ലാത്തതും മണമില്ലാത്തതുമായ ശുദ്ധമായ വായുവിന്റെ വിതരണമാണ്. ഓക്കെ ആയോ? നമ്മൾ ശ്വസിക്കുന്ന വായു എപ്പോഴും നമുക്ക് ശുദ്ധമാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ നോർമൽ ലൈഫില് നാച്ചുറൽ ആയിട്ട് ശ്വസിക്കുന്ന വായു പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല അല്ലെ. ഇപ്പൊ നമ്മ ഒരു ഫാക്ടറിയുടെ അടുത്താണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അടുത്താണ്, അതല്ലെങ്കിൽ വേറെ നമ്മ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന അടുത്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിക്കുന്നതിന്റെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ അവിടുത്തെ എയർ നമ്മൾ ശ്വസിക്കുന്ന വായു പ്യുവറാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ, പൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ഈ മെഡിക്കൽ എയർ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ പൊല്യൂഷൻ ഇല്ലാത്തതും പാർട്ടിക്കിൾസ് ഇല്ലാത്തതും പിന്നെ ഓയിൽ ഫ്രീ ആയിട്ടുള്ളതും മണമില്ലാത്തതുമായ ശുദ്ധ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉപയോഗിക്കുന്ന ശുദ്ധമായ വായുവിന്റെ വിതരണമാണ് മെഡിക്കൽ എയർ. ക്ലിയർ ആയോ? ഓക്കെ ആയോ? കുറച്ചാനൊക്കെ ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഒരു പേഷ്യന്റ് ഓപ്പറേഷൻ റൂമിലാണെങ്കിൽ അവരെന്താണ് എമർജൻസി ആണെങ്കിലും ചിലപ്പോ നോർമൽ അധികം വലിയ സർജറി അല്ലെങ്കിൽ അവർക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അവരെ എമർജൻസി ആണെങ്കിൽ എന്താണ്? അവരെ കംഫർട്ട് ആക്കാനും അവർക്ക് ബ്രീത്തിങ്ങിന് സഹായിക്കുന്നതിന് വേണ്ടി സർജൻസ്, ഓപ്പറേഷൻ റൂമിലെ സർജൻസ് മെഡിക്കൽ എയറിനെ ആശ്രയിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? മെഡിക്കൽ എയർ എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജന്റെയും നൈട്രജന്റെയും ഒരു മിക്സ്ചറിനെയാണ്, മിശ്രിതം അല്ലെ, ഓക്സിജനും നൈട്രജനും അടങ്ങിയിരിക്കുന്ന ഒരു മിക്സ്ചറിനെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. അതിലില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഓക്സിജന്റെയും നൈട്രജന്റെയും ഒരു മിശ്രിതത്തെയാണ്, ഒരു കോമ്പൗണ്ടിനെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എക്സാമിന് വരില്ല കേട്ടോ, മിസ് ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ഓക്സിജൻ ആണ് അല്ലെ, നമ്മുടെ ശ്വസനത്തിനെ സഹായിക്കുന്നത് ഓക്സിജൻ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഓക്സിജന്റെയും നൈട്രജന്റെയും ഒരു മിക്സ്ചർ ആണ് മെഡിക്കൽ എയർ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ഓക്സിജൻ എല്ലാവർക്കും ഹോസ്പിറ്റലിൽ കേട്ടും കണ്ടുള്ള പരിചയമുണ്ട് അല്ലെ. പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ പറഞ്ഞേ മെഡിക്കൽ ഓക്സിജൻ എന്താണെന്ന്, എന്തിനു വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് ഓക്സിജൻ? ബ്രീത്തിങ്ങിന് വേണ്ടി അല്ലേ, ബ്രീത്തിങ് ഇൻഹലേഷൻ തെറാപ്പി അല്ലേ. ഇൻഹലേഷൻ ബ്രീത്തിങ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട്? ബ്രീത്തിങ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് മേജർ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന മിക്ക പേഷ്യൻസിനും ഓക്സിജൻ കൊടുക്കേണ്ടി വരുമല്ലോ. ആക്സിഡന്റ് പറ്റുക അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിക്കുക അല്ലെ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാം അല്ലെ. മിക്ക പേഷ്യൻസിനും അങ്ങനെ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ കൊണ്ടുവരും. എല്ലാ പേഷ്യൻസിനും പ്രൊവൈഡ് ചെയ്യാൻ വരുന്നില്ലേ? റെസ്പിറേഷൻ കംപ്ലൈന്റ് ഉള്ളവർക്ക് അല്ലെ. അപ്പൊ നോക്കിയാൽ അത് നോക്കാല്ലേ, പറഞ്ഞത് തന്നെ ഉള്ളൂ. ഓക്സിജൻ മെഡിക്കൽ ഗ്യാസ് required in every healthcare settings can be used for resuscitation and inhalation therapy. ഇതാണ് ഓക്സിജന് എല്ലാ ഹോസ്പിറ്റലിലും റിക്വയർഡ് ആയിട്ടുള്ള ഗ്യാസ് ആണ് അല്ലെ. എല്ലാ ഹോസ്പിറ്റലിനും ആവശ്യമായിട്ടുള്ളതല്ലേ. ഒരു ഹോസ്പിറ്റലിൽ ഓക്സിജൻ ഇല്ലാണ്ട് അവിടുത്തെ പ്രവർത്തനം നടത്താൻ പറ്റുമോ? ഒരു മൈനർ ഒരു ചെറിയ സ്മോൾ ഹെൽത്ത് കെയർ ആണെങ്കിലും
SHCO ആണെങ്കിലും ഓക്സിജൻ ഇല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനം നടക്കോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്, ഒരു ഹോസ്പിറ്റലും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത അല്ലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഗ്യാസ് ആണ് ഓക്സിജൻ. ഇതെന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഈസ് യൂസ്ഡ് ഫോർ റെസോസിറ്റേഷൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? CPR അല്ലെ? റെസോസിറ്റേഷൻ ഏരിയാസിൽ CPR ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി അല്ലെ, നെബുലൈസേഷനും അങ്ങനെയുള്ള ഇൻഹലേഷൻ തെറാപ്പിക്ക് ഉപയോഗിക്കുന്നില്ലേ? ശ്വസന തെറാപ്പികൾക്ക് അല്ലെ? ഇപ്പൊ വെന്റിലേറ്ററിൽ കൊടുക്കുന്ന ഒരു പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഓക്സിജൻ കൊടുക്കണം അല്ലെ? മിസ് പറഞ്ഞുതരാം കേട്ടോ, COPD ഒക്കെ പറഞ്ഞുതരാം, നെക്സ്റ്റ് വരുന്നുള്ളൂ. അപ്പൊ എന്താണ് ഹോസ്പിറ്റലില് ഈ റെസോസിറ്റേഷൻസ് ഏരിയാസ് ഇൻഹലേഷൻ തെറാപ്പിക്കൊക്കെ വേണ്ടിയിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക്, എന്തൊക്കെ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്കാണ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത്? COPD എന്ന് പറഞ്ഞാല് ക്രോണിക്, ഇത് നിങ്ങൾക്ക് എടുത്തിട്ടില്ലേ? ഏതൊരു ചാപ്റ്ററിൽ വന്നിട്ടുണ്ടല്ലോ COPD, ഓർക്കുന്നില്ല. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എന്താണ്? എന്താ അസുഖം? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എന്താ അസുഖം? ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണ്? ഇതുകൊണ്ട് ഉണ്ടാവുന്ന പ്രോബ്ലംസ് എന്താണ്? COPD കൊണ്ട് അറിയോ? നമ്മുടെ ബ്രീത്തിങ് പ്രോബ്ലം. എങ്ങനെയാണ് ആ ബ്രീത്തിങ് പ്രോബ്ലം വരുന്നത്? നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ്, ഓക്സിജൻ ലെവൽ കുറഞ്ഞിട്ട് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരുമല്ലോ. എയർ ഫ്ലോ ബ്രീത്തിങ് എന്താണ്? എയർ ഫ്ലോയിൽ ബ്ലോക്ക് വന്നിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരുന്നതിനെയാണ് COPD എന്ന് പറയുന്നത്. നമ്മുടെ ഓക്സിജന്റെ ലെവല് കുറഞ്ഞ് എയർ ഫ്ലോയിൽ ബ്ലോക്ക് വന്നിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കൂലേ? അതിനെയാണ് COPD എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വേണം? കറക്റ്റ് രീതിയിൽ ശ്വസനം കിട്ടണമെങ്കിൽ ഓക്സിജൻ വേണം അല്ലേ? അപ്പൊ എന്താണ്? COPD വരുന്ന പേഷ്യൻസിന് ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. സൈനോസിസ് മിസ് എടുത്തിട്ടുണ്ട്. സൈനോസിസ് എന്താണ്? നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചുണ്ടിന്റെ നിറം, കണ്ണിന്റെ നിറം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ നിറം ഒക്കെ എന്തായി? നീല കളർ ആവും അല്ലെ? ബ്ലൂ കളർ ആവാറുണ്ടോ? അതിനെയാണ് സൈനോസിസ്. ബ്ലൂ കളറാണ്. അപ്പൊ അതിനെയാണ് സൈനോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. പിന്നെ ഷോക്ക് വരുന്ന പേഷ്യൻസിന്, ഷോക്ക് കൊടുക്കുന്ന പേഷ്യൻസിന്, ഷോക്ക് കൊടുക്കുന്ന ഹോസ്പിറ്റലില്, അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. പിന്നെ സെവർ ഹെമറേജസ്, ഉയർന്ന രീതിയിലുള്ള രക്തസ്രാവം രക്തസ്രാവമായിട്ട് പേഷ്യൻസിനെ കൊണ്ടുവരൂലേ? ആക്സിഡന്റ് പറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുക അല്ലെ? അപ്പൊ എന്താണ്? ഉയർന്ന രക്തസ്രാവം പറ്റിക്കൊണ്ടുവരുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് സംഭവിക്കുന്ന പേഷ്യൻസിന് ഓക്സിജൻ നൽകുന്നുണ്ട്. പിന്നെ ട്രോമ, ആഘാതങ്ങൾ സംഭവിക്കുക അല്ലെ? വലിയ വീഴ്ചകൾ സംഭവിക്കുക, ആക്സിഡന്റ് പറ്റുക, അങ്ങനെയുള്ള ട്രോമ കഴിയുന്ന പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. പിന്നെ കാർഡിയോ വാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ് അല്ലെ? കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് നൽകുന്നുണ്ട്. പിന്നെ റെസോസിറ്റേഷന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ? പിന്നെ എന്താണ്? ലൈഫ് സപ്പോർട്ട് ആയിട്ടും ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താണ്? അനസ്തേഷ്യ കഴിയുന്ന പേഷ്യൻസിന്, അതല്ലെങ്കിൽ എന്താണ്? വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ സർജറി കഴിയുന്ന പേഷ്യൻസിന് ബ്രീത്തിങ്ങിന് ലൈഫ് സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? അപ്പൊ ലൈഫ് സപ്പോർട്ടുകൾ കൊടുക്കാനായിട്ടും എന്താണ്? ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയത്? ഓക്സിജൻ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. കാർബൺ ഡയോക്സൈഡ്. Carbon dioxide is used for insuffocating medical gas for less invasive surgery like
ലാപ്രോസ്കോപ്പി എന്നാണ് കേട്ടോ അത്. ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി as well as for respiratory stimulation during and after anesthesia. Plus invasive surgeries ചെയ്യുമ്പോൾ ആ ഭാഗം, ആ സർജറി ചെയ്യുന്ന ഭാഗം എന്താണ്, ഊതി വീർപ്പിക്കാനായിട്ട് ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ആയിട്ട്, ഇൻസഫ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഊതി വീർപ്പിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ലാപ്രോസ്കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ആർത്രോസ്കോപ്പി. എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അല്ലെ, പ്ലസ് ആയിട്ടുള്ള ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ ട്യൂബ് ഇട്ടിട്ടല്ലേ ചെയ്യുന്നത്? കീ ഹോൾ സർജറി അല്ലെ, ആണോ? കീ ഹോൾ സർജറി ആണ്. അപ്പൊ ഈ ട്യൂബ് പോകുന്ന ഭാഗം, ഈ ട്യൂബ് ചെന്ന് ഒരു പ്രൊസീജിയർ ചെയ്യണം, ആ ഭാഗം ഡോക്ടർക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമോ? നമ്മൊരു ക്യാമറ, ഈ ട്യൂബിന്റെ കൂടെ ഒരു ക്യാമറയും കൂടി ഫിറ്റ് ചെയ്തിട്ടാണ് അല്ലെ ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഡോക്ടർക്ക് കറക്റ്റ് രീതിയിൽ വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗം ഒന്ന് ഊതി വീർപ്പിക്കണം അല്ലെ, ബലൂണ് പോലെ ഒന്ന് ഊതി വീർപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഡോക്ടർക്ക് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ആ ഒരു ഭാഗം, ആ ഒരു സെക്ഷൻ. പറ്റുമോ? പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു ഭാഗം ഇങ്ങനെ ഊതി വീർപ്പിക്കാൻ വേണ്ടി, ഇൻസഫ്ലേറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പൊ ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അബ്ഡോമിനിന് അല്ലെ, നമ്മുടെ വയറിലെ അബ്ഡോമിനിൽ ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അല്ലെ എന്ന് കണ്ടെത്തുന്നതല്ലേ ലാപ്രോസ്കോപ്പി. അവിടെ ലാപ്രോസ്കോപ്പി എന്നാണ് കേട്ടോ, LA എന്നാണ് ഉണ്ട് കേട്ടോ അവിടെ ലാപ്രോസ്കോപ്പി. ലൈക്ക് കഴിഞ്ഞിട്ടില്ലേ? ലൈക്ക് കഴിഞ്ഞിട്ട് ലാപ്രോസ്കോപ്പി, LA എന്നും കൂടി ഉണ്ട്. നെക്സ്റ്റ് ആർത്രോസ്കോപ്പി എന്താണ്? ജോയിന്റ്സിന് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം. വെച്ചേക്കുന്നതുണ്ടോ ലൈക്ക് കഴിഞ്ഞിട്ട്? അവിടെ ഒരു LA എന്നും കൂടി ചേർക്കാം, ലാപ്രോസ്കോപ്പി. LAPAROSCOPY ലാപ്രോസ്കോപ്പി. ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ്, അബ്ഡോമിനെ എന്താണ് എക്സാമിൻ ചെയ്യുന്ന പ്രൊസീജിയർ. നമ്മുടെ അബ്ഡോമിന്റെ അവിടെ ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ട്യൂബ്, ക്യാമറ പോലുള്ള കാര്യങ്ങൾ കിടത്തിവിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെയാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. ആർത്രോസ്കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോയിന്റ്സുകളില്ലേ, കാലിന്റെ മുട്ടാവാം, കൈമുട്ടാവാം, ജോയിന്റ്സുകൾ. ജോയിന്റ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, അതിനെ എക്സാമിൻ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ആർത്രോസ്കോപ്പി. അപ്പൊ ആർത്രോസ്കോപ്പിക്ക് അപ്പൊ എന്ത് ചെയ്യണം, ആ ജോയിന്റ്സിന്റെ ഭാഗം നമുക്ക് ആ ഡോക്ടർക്ക് കറക്റ്റ് രീതിയിൽ വിസിബിൾ ആക്കണം അല്ലെ, വേണ്ടേ? ആ ഒരു സെക്ഷൻ. അപ്പൊ ആ ഒരു ഭാഗം ബൾജ് ചെയ്തിക്കണ്ടേ, വീർത്തിക്കണ്ടേ, കറക്റ്റ് രീതിയിൽ വിസിബിൾ ആവണമെങ്കിൽ. അപ്പൊ അതിന് വേണ്ടി എന്താണ് ആർത്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എൻഡോസ്കോപ്പിയിൽ നമ്മുടെ ശരീരത്തിന്റെ ഇന്നർ ബോഡി എക്സാമിൻ ചെയ്യുന്നതാണ് എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പിക്ക് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ക്രയോതെറാപ്പി. ക്രയോതെറാപ്പി എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തില് ഏതെങ്കിലും ടിഷ്യൂസ്, സെൽസുകളൊക്കെ ഡാമേജ് വരില്ലേ, നശിക്കുന്ന ഉണ്ടാവില്ലേ, ഡാമേജ് വരുന്നത്, ക്യാൻസർ പോലുള്ള ഇതൊക്കെ ബാധിച്ചിട്ട്. അപ്പൊ എന്ത് ചെയ്യണം, സെല്ലും ആ സെല്ലും അതല്ലെങ്കിൽ ആ ടിഷ്യൂ റിമൂവ് ചെയ്യണം അല്ലെ നമ്മുടെ ശരീരത്തിൽ നിന്ന്. അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് കൂടി സ്പ്രെഡ് ചെയ്യുമല്ലോ, സ്പ്രെഡ് ചെയ്യോ, ലൈക്ക് ക്യാൻസർ പോലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ബാക്കി ഭാഗത്ത് ടിഷ്യൂവിനും സെൽസിനെ അത് ബാധിക്കും അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ക്രയോതെറാപ്പിയിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ആ ഭാഗം ഇൻസഫ്ലേറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. കീമോതെറാപ്പി അല്ല, ക്രയോതെറാപ്പി ഇത് വേറെ. ഇത് ആ സെല്ല് നമുക്ക് അരിയിച്ച് കളയുന്നതാണ് അല്ലെ കീമോതെറാപ്പി അല്ലെ, റേഡിയേഷൻ നടത്തി. ഇത് ക്രയോതെറാപ്പി, ആ ഒരു ഭാഗം ഫ്രീസ് ചെയ്തിട്ട് ആ ഭാഗം നമ്മൾ റിമൂവ് ചെയ്യുന്നു. ആസ് വെൽ ആസ് ക്ലിയർ ആയോ? ആ സെക്ഷൻ ക്ലിയർ ആയോ എല്ലാവർക്കും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ
നമുക്ക് ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി പോലെയുള്ള പ്രൊസീജിയേഴ്സ് അല്ലെ, ഇൻവെസീവ് ആയിട്ടുള്ള. ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാല് നമ്മുടെ വയറിന് നടത്തുന്നതാണ്, അബ്ഡോമിന്. മറ്റേ എൻഡോസ്കോപ്പി എന്ന് ഉദ്ദേശിക്കുന്ന ഇന്നർ ബോഡിയിലെ, ശരീരത്തിന്റെ ഇന്നർ ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗത്ത് ഇന്നർ ബോഡീസിനെ എക്സാമിൻ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് എൻഡോസ്കോപ്പി. ആർത്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ജോയിന്റ്സിനെ എക്സാമിൻ ചെയ്യുന്നത്. ജോയിന്റ്സിലെ നമ്മുടെ കാലിന്റെ ഉണ്ട്, കൈയിന്റെ ഉണ്ട് അല്ലെ ജോയിന്റ്സുകള്. അപ്പൊ ആ ജോയിന്റ്സുകളെ എക്സാമിൻ ചെയ്യുന്നതാണ് ആർത്രോസ്കോപ്പി. ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, പ്രോബ്ലംസ് ഉണ്ടോ. Next, as well as for respiratory stimulation during and after anesthesia. Anesthesia ശേഷവും മുമ്പും ശേഷവും എന്താണ് ആ പേഷ്യൻസിന് എന്താണ് റെസ്പിറേഷൻ അല്ലെ, ശ്വസനം ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി, സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. CO2 may be piped in large hospital but more likely comes from tank. ഇതാണ് മിക്ക ഹോസ്പിറ്റലില്, ലാർജ് ഹോസ്പിറ്റൽസ് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് കൊടുക്കുന്നത്, പൈപ്പ് ലൈൻ വഴി, പൈപ്പിലൂടെയാണ് കൊടുക്കുന്നത്. ബട്ട് മോർ ലൈക്ലി കംസ് ഫ്രം ടാങ്ക്, ടാങ്ക് വഴിയും ഇതെന്തുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആയോ? ഓക്കെ ആയോ? ചില ഹോസ്പിറ്റലില് എന്താണ് സിലിണ്ടേഴ്സിൽ നിന്നൊക്കെ പൈപ്പ് ലൈൻ വഴി കൊടുക്കുന്നുണ്ട്. ചിലയിടത്ത് എങ്ങനെയാണ് ടാങ്കുകളിൽ നിന്നും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആയോ എല്ലാവർക്കും? നെക്സ്റ്റ് നൈട്രജൻ, മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ. Nitrogen, okay. Nitrogen is a medical gas used for cryosurgery to remove some cancer and skin lesions, and also for the storage of tissue, cells, and blood in cryogenic temperature to avoid oxidation of the samples. എന്താണ് നമ്മൾ ക്രയോ സർജറി ചെയ്യുമ്പോൾ, അതായത് ക്രയോ സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ക്യാൻസർ വന്നിരിക്കുന്ന ആ ഒരു സെക്ഷൻ അല്ലെ, ടിഷ്യൂസ്, സെൽസ്, ആ ഒരു ഭാഗം റിമൂവ് ചെയ്യുന്ന ക്രയോ സർജറിക്ക് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ സ്കിന്നിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിലും നമ്മൾ ആ ഭാഗം ഫ്രീസ് ചെയ്യാനായിട്ട് നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്, നമ്മുടെ ഒരു എക്സാമ്പിൾ പോലെ പറയുന്നതാണ് കേട്ടോ. ഫ്രീസ് ചെയ്തിട്ട് ഇപ്പൊ സ്കിന്നിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായാൽ എന്ത് ചെയ്യും, ഇപ്പൊ അവിടെ എന്തെങ്കിലും വലിയ രീതിയിലുള്ള സർജറിയോ അതല്ലെങ്കിൽ എന്താണ് വലിയ രീതിയിൽ മുറിവ് തുന്നിക്കെട്ടണമെങ്കിൽ അല്ലെ വേണ്ടേ, സ്കിന്നിലൊക്കെ മുറിവ് ഉണ്ടാവുമ്പോ അപ്പൊ ആ ഭാഗം എന്ത് ചെയ്യണം, ഫ്രീസ് ചെയ്യണം അല്ലെ. ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാല് നമുക്ക് മരവിപ്പിക്കണ്ടേ, എന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റിച്ച് ഇടണമെങ്കിലൊക്കെ വലിയ മുറിവുകളൊക്കെ ആണെങ്കിൽ അപ്പൊ ആ ഒരു ഭാഗം ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ക്രയോ സർജറിക്ക് വേണ്ടി ഒരു എന്താണ് നമ്മുടെ ക്യാൻസർ ഭാഗത്തെ ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസ് അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ റിമൂവ് ചെയ്യാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു ഭാഗം മരവിപ്പിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പേഷ്യൻസിന്റെ എന്താണ് സർജറി ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം ഫ്രീസ് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രയോ സർജറിയിൽ നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ആ ഒരു ഭാഗം. അപ്പൊ എന്ത് നിങ്ങൾ ചോദിക്കില്ലേ, നമുക്ക് ക്രയോ സർജറി ക്രയോ തെറാപ്പി മിസ് പറഞ്ഞ് അത് രണ്ട് സെയിം അല്ലേ എന്ന് ഡൗട്ട് ഇല്ലേ എന്താ എന്താ? ഇപ്പൊ നമ്മ എൻഡോസ്കോപ്പി അല്ല, ആൻജിയോപ്ലാസ്റ്റിയും ഓപ്പൺ സർജറിയും ചെയ്യാറുണ്ട്. എന്താണത്? ആൻജിയോപ്ലാസ്റ്റിയും ഓപ്പൺ സർജറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? .
ആൻജിയോപ്ലാസ്റ്റി എങ്ങനെയാ ചെയ്യുന്നത്? കയ്യില് അല്ലെങ്കിൽ കാലിൽ ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ ട്യൂബ് ഇട്ട് അല്ലെ, ട്യൂബ് ഇട്ട് എന്താണ് ആ ഒരു ബ്ലോക്ക് ഉള്ള ഭാഗത്ത് സ്റ്റഡ് ഇടല്ലേ ചെയ്യുന്നത്? ഹാർട്ടിന്റെ എവിടെയാണോ അല്ലെ, അല്ലേ? ബ്ലോക്ക് ഉള്ള ആ ഭാഗത്ത് സ്റ്റഡ് ഇടും. പക്ഷെ ഓപ്പൺ സർജറി എങ്ങനെയാ ചെയ്യുന്നത്? ആ വെയിനില് ട്രീറ്റ് ഇട്ടുങ്ങ ട്യൂബ് ഇട്ട് അല്ലെ, കയ്യിലോ കാലിലോ വെയിനില് ട്യൂബ് ഇട്ട് ക്യാമറയും കൂടി ഇട്ടുങ്ങാണ്ട് എന്താണ് സിസ്റ്റം വഴി നോക്കി ഡോക്ടർ മോണിറ്റർ ചെയ്തങ്ങാണ്ട് സ്റ്റഡ് ഇടുന്ന പ്രവർത്തനം. സർജറി എന്താണ്? ഓപ്പൺ സർജറി ഹാർട്ടില് ഹാർട്ടിന്റെ ആ ഭാഗത്ത് ഓപ്പൺ ചെയ്തിട്ട് ഡോക്ടർ നടത്തുന്നതല്ലേ? ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ടല്ലേ ഹാർട്ടിന്റെ. അപ്പൊ ഇതിപ്പോ മനസ്സിലായോ? ക്രയോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവസീവ് ആയിട്ടുള്ള അല്ലെ ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ക്രയോതെറാപ്പി. എന്താണ് ഡാമേജ് വന്ന ടിഷ്യൂസോ അല്ലെങ്കിൽ എന്താണ് ആ സെൽസോ റിമൂവ് ചെയ്യുന്ന പ്രവർത്തനം. ക്രയോ സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മ ഒരു മുറിവ് ഉണ്ടാക്കില്ലേ, ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ആ ഭാഗം എന്താണ് കട്ട് ചെയ്ത് കളയേ അല്ലെങ്കിൽ ആ സെൽസുകള് റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്ന പ്രവർത്തനമാണ് ക്രയോ സർജറി. ഡിഫറൻസ് മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, അങ്ങനെ എന്താണ് നമുക്ക് ക്രയോ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ എന്താണ് സ്കിന്നിൽ എന്തെങ്കിലും മുറിവുകൾ പറ്റിയാലും ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ടിഷ്യൂസ് സെൽസ് അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ നമ്മ ടെസ്റ്റിന് വേണ്ടി എടുക്കുമല്ലോ, ലാബുകളിൽ ടെസ്റ്റുകൾക്ക് വേണ്ടി എടുക്കുമല്ലോ. ക്രയോ പ്രിസർവേഷൻ. ഓക്കെ. അപ്പൊ ടെസ്റ്റുകൾക്ക് ഉപയോഗിക്കുമ്പോൾ ടെസ്റ്റുകൾക്ക് വേണ്ടി എടുക്കുമ്പോൾ എന്ത് ചെയ്യും? അതിൽ ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് രീതിയിലുള്ള റിസൾട്ട് കിട്ടും. ഓക്സിഡേഷൻ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആഡ് ചെയ്യാണ് അതിലേക്ക്, എക്സ്ട്രാ ഓക്സിജൻ നോർമൽ എയറിൽ ഓക്സിജൻ ആഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും? ഇല്ല. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണം? ക്രയോജനിക് ഇത് നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു വെക്കണം അല്ലെ? നല്ല രീതിയിൽ സൂക്ഷിച്ചു വെക്കണ്ടേ? ഇങ്ങനെ ഓക്സിഡേഷൻ സംഭവിക്കാതെ കറക്റ്റ് ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചു വെക്കണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ക്രയോ ടെമ്പറേച്ചറിൽ ക്രയോജനിക് ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബിലോ -150 ഡിഗ്രി സെൽഷ്യസ് 150 ട്ടോ. ബിലോ -150 ഡിഗ്രി സെൽഷ്യസിനെയാണ് ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മ വീട്ടിൽ ഉപയോഗിക്കും ഇരുമ്പൊക്കെയില്ലേ, ഇരുമ്പ് കുറെ നാളിങ്ങനെ വായുവില് നമ്മ വെറുതെ ഇങ്ങനെ തുറന്നു വെച്ച് കഴിയുമ്പോൾ അതും എന്ത് സംഭവിക്കും? തുരുമ്പിടിക്കും അല്ലെ? നമ്മുടെ നോർമൽ ലൈഫിലേക്ക് കാണുന്ന കാര്യമാണ് അല്ലെ? തുരുമ്പിടിക്കാറില്ലേ? അതെന്ത് സംഭവിച്ചെന്നാണ് നമ്മ ശരിക്കും എന്ത് സംഭവിച്ചെന്നാ പറയുന്നേ? ഓക്സിഡേഷൻ സംഭവിക്കുന്നല്ലേ? ആണോ? ഓക്സിഡേഷൻ. അപ്പൊ എന്താണ് നമ്മ ടിഷ്യൂസ് സെൽസുകള് ബ്ലഡുകളൊക്കെ എന്താണ് കുറച്ചു നേരം നമ്മ നോർമൽ ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞാൽ എന്ത് വെച്ചോ? ഓക്സിഡേഷൻ സംഭവിക്കും അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇത് സൂക്ഷിച്ചു വെക്കണം. അപ്പൊ അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് ക്രയോജനിക് ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ബിലോ -150 ഡിഗ്രി സെൽഷ്യസ്. ബിലോ -150 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ടെമ്പറേച്ചറിനെയാണ് ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ ഒരു സെക്ഷൻ ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ്, it can also be used as a part of medical gas mixture for lungs function test. എന്താണ്? നമ്മുടെ ലങ്സ് ഫങ്ഷൻ ടെസ്റ്റിൽ നമ്മുടെ ലങ്സുകള്
ലങ്സുകളുടെ ഫങ്ഷൻസിനെ കുറിച്ച് ടെസ്റ്റുകൾ നടത്തുന്നതിൽ മിക്സ്ചറായിട്ട് മിശ്രിതമായിട്ട് നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ nitrogen as a gas is used to power tools in place where there do not have instrument air. Instrument air ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മ പവർ ടൂൾ ആയിട്ടും നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മ കാറില് നൈട്രജൻ ടയറിൽ നൈട്രജൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇപ്പൊ നമ്മുടെ പമ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആ എയർ ടയറിൽ എയർ നടക്കുന്നതിന് പകരം എന്ത് നടക്കുന്നുണ്ട്? നൈട്രജൻ നടക്കും. അപ്പൊ അതെന്താണ്? നമ്മൾ എയറിന് പകരം അല്ലെ, ഇൻസ്ട്രുമെന്റ് എയറിന് പകരം എയർ ചെക്ക് ചെയ്യാൻ നേരത്ത് അല്ലെ, എയർ ചെക്ക് ചെയ്യാനല്ല, നമുക്ക് എയറിന് പകരം നൈട്രജൻ ഫില്ല് ചെയ്തിട്ട് ആ ടയറിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് കാർ ഓടിക്കാൻ പറ്റും. ഇപ്പൊ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടും പവറിലും നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയറായോ? അപ്പൊ ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് എന്താണ്, ഇതൊരു പവർ ടൂൾ ആയിട്ട് യൂസ് ചെയ്യാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, most of the time it comes from a multiple cylinder and is piped at pressure with an alarm system at the source and on the use site. എന്താണ് യൂസ് സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് ഈ നൈട്രജൻ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്റേഴ്സിലൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? പൈപ്പ് ലൈൻ വഴി അല്ലേ, പൈപ്പ് ലൈനിൽ കൂടിയാണ് എത്തിച്ചു കൊടുക്കുന്നത്. ഈ പൈപ്പ് ലൈനിൽ എല്ലായിടത്തും എങ്ങനെയുള്ള പ്രഷർ ആയിരിക്കും? ഒരേപോലെയുള്ള പ്രഷർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ്, ഒരുപാട് സിലിണ്ടേഴ്സിൽ നിന്ന് എന്താണ് സോഴ്സ് അല്ലെ, സിലിണ്ടേഴ്സിൽ നിന്ന് എന്താണ് പൈപ്പ് ലൈൻ വഴി എന്താണ് അലാം സിസ്റ്റം ഘടിപ്പിച്ചിട്ടായിരിക്കും ഇത് യൂസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അലാം സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. മിസ് ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. അലാം സിസ്റ്റം ഒക്കെ പഠിക്കാനുണ്ട്. ഇത് ക്ലിയർ ആയോ? നൈട്രജൻ ഓക്കെ ആയോ എല്ലാവർക്കും? നെക്സ്റ്റ്, nitrous oxide. Nitrous oxide is a medical gas commonly known as laughing gas. Nitrous oxide നെ പൊതുവെ commonly പറയുന്ന പേര് എന്താണ്? laughing gas അല്ലെ. കേട്ടിട്ടുണ്ടോ laughing gas? കേട്ടിട്ടുണ്ടല്ലേ? എന്താ അതിന്റെ പ്രത്യേകത? എന്താ അതിന്റെ പ്രത്യേകത? ചിരിപ്പിക്കുന്ന ഗ്യാസ് അല്ലെ, ചിരിപ്പിക്കുന്ന വാതകം അല്ലെ, അത് നമ്മൾ ശ്വസിച്ച് ചെയ്യാം. അതിന്റെ ഒരു ആ സ്മെല്ല് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മ വെറുതെ ചിരിച്ചോണ്ടിരിക്കും അല്ലേ? ആണോ അല്ലേ? നമ്മ വെറുതെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ലോഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്. This medical gas is used in numerous surgical procedures. എന്താണ്, ഒരുപാട് സർജിക്കൽ പ്രൊസീജിയേഴ്സ്, സർജറിയുടെ നടപടിക്രമങ്ങൾക്ക് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ആസ് ബോത്ത് ആസ് ആൻ അനസ്തെറ്റിക്, നല്ലൊരു അനസ്തെറ്റിക് ഏജന്റ് ആയിട്ട് നൈട്രസ് ഓക്സൈഡ് പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് അനലജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് വേദന ഇല്ലാതാകുന്ന മരുന്നില്ലേ, വേദന ഇല്ലാതാക്കുന്ന മരുന്ന്. അപ്പൊ അങ്ങനെയുള്ള അനലജിസ്റ്റിക് ആയിട്ടും നമുക്ക് നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? നൈട്രസ് ഓക്സൈഡിനെ പൊതുവെ പറയുന്ന പേര് എന്താണ്? നൈട്രസ് ഓക്സൈഡ് എന്നാണ്. ഒരുപാട് സർജിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടി, അനസ്തേഷ്യ നൽകുന്നതിന് വേണ്ടിയും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ്, വേദന ഇല്ലാതാകുന്ന മരുന്നായിട്ട് നമ്മൾ നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് എടുത്തോട്ടെ. നെക്സ്റ്റ്, vacuum. Piped medical surgical vacuum system is used for patient draining, aspiration and suction. എന്താണ്, ഹോസ്പിറ്റലില് എന്താണ് മെഡിക്കൽ സർജിക്കൽ വാക്വം സിസ്റ്റം ഉപയോഗിക്കുന്നതിന് വേണ്ടി എന്തിനാണ്? പേഷ്യൻസിനെ ട്രെയിൻ ചെയ്യുക, ആസ്പിറേഷൻ ചെയ്യുക, സക്ഷൻ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും എന്താണ്, ഊറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും എന്താണ് നമ്മൾ ഈ വാക്വം ഉപയോഗിക്കുന്നുണ്ട്.
ഒരു എക്സാമ്പിൾ പറയാം. ഞാനിതിൽ ആരെങ്കിലും ഡെന്റൽ ഡോക്ടേഴ്സിന്റെ അടുത്തുനിന്ന് ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. റൂട്ട് കനാൽ ഒക്കെ ചെയ്തിട്ടുണ്ടോ? റൂട്ട് കനാല് ചെയ്തിട്ട് അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് അവർ ആ ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്യൊക്കെ ചെയ്യും അല്ലെ. പല്ലിന്റെ ഭാഗം ക്ലീൻ ചെയ്യും, മെഡിസിൻ വെക്കും അല്ലെ, വെള്ളം ഒഴിച്ച് കഴുകും. അപ്പൊ നമുക്ക് അതിൽ ബ്ലഡ് ഒക്കെ വരുമല്ലോ. അപ്പൊ നമ്മുടെ വായിലേക്ക് ഒരു ഇത് കിടത്തി വിട്ടിട്ട് അത് വലിച്ചെടുക്കോ, ഊറ്റിയെടുക്കോ? ക്ലീൻ ചെയ്യില്ലേ? വായിലേക്ക് ഒരു പൈപ്പ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ കിടത്തി വിട്ടിട്ട് അതെന്ത് ചെയ്യും, വലിച്ചെടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന സെക്ഷനിങ് എക്യുപ്മെന്റ് ആയിട്ടും എന്ത് വാക്വം ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുമ്പോ എന്ത് ചെയ്യണം, ആ ഭാഗം ഇങ്ങനെ ബ്ലഡ് വരും അല്ലെ, അല്ലെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യുമ്പോ ആ ഭാഗമൊക്കെ ഊറ്റിയെടുക്കണ്ടേ, ആ വെള്ളം അല്ലെങ്കിൽ ആ എന്താണ് ബ്ലഡ് ഒക്കെ ഊറ്റിയെടുക്കണ്ടേ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് സെക്ഷനിങ് എക്യുപ്മെന്റ് ആയിട്ടും വാക്വം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഡെലിവറി ടൈമിൽ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ക്ലിയർ ആയില്ലേ? ആസ്പിരേഷൻ, ഡ്രെയിനിങ്, ഊറ്റിയെടുക്കാനും വലിച്ചെടുക്കുന്നതിന് വേണ്ടിട്ട്, വായിൽ നിന്ന് ആ വെള്ളം വലിച്ചെടുക്കുക, അല്ലെങ്കിൽ ആ ബ്ലഡ് വലിച്ചെടുക്കുക, അല്ലെങ്കിൽ ആ മരുന്ന് വലിച്ചെടുക്കുക, അവിടെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് വാക്വം ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ എന്താണ്, ദിസ് മീൻസ് ദാറ്റ് മെഡിക്കൽ വാക്വം ഇൻ എ ഹോസ്പിറ്റൽ സപ്പോർട്ട്സ് സക്ഷൻ എക്യുപ്മെന്റ്. എന്താണ് മെഡിക്കൽ വാക്വം ഹോസ്പിറ്റലിലെ സക്ഷൻ എക്യുപ്മെന്റുകളെ സഹായിക്കുന്നതിന് വേണ്ടി, സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. വാക്വം വിൽ വാരി അക്രോസ് ദ പൈപ്പ് ലൈൻ. പൈപ്പ് ലൈനിൽ ഉടനീളം വാക്വം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെ. നമ്മ മറ്റേത് പറഞ്ഞപ്പോ എന്താണ്, എല്ലാ പൈപ്പ് ലൈനിൽ ഉടനീളം ഒരു പ്രഷറിലായിരിക്കും അല്ലെ ഗ്യാസുകൾ കടത്തിവിടുന്നത് അല്ലെ. ഇപ്പൊ നൈട്രസ് ഓക്സൈഡ് ആണെങ്കിലും നൈട്രജൻ ആണെങ്കിലും എന്താണ് ഓരോ പ്രഷറിൽ തന്നെയായിരിക്കും എല്ലായിടത്തും കടത്തിവിടുന്നത്. പക്ഷെ വാക്വം എങ്ങനെയാണ്, പൈപ്പ് ലൈനിലുടനീളം വാരി ചെയ്യുന്നത് അല്ലെ, വ്യത്യാസപ്പെടുന്നു. ക്ലിയർ ആയത്? ബട്ട് ഈസ് കോമൺലി മെയിൻറ്റെയിൻഡ് അറൌണ്ട് -75 kPa. എന്താണ്, പക്ഷെ കോമൺലി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നിലനിർത്തുന്നത് -75 kPa. കിലോപാസ്കൽ എന്ന് പറയുന്നത് പ്രഷറിന്റെ യൂണിറ്റിനെ പറയുന്നതാണ് കിലോപാസ്കൽ. ഓക്കെ ആയോ ഇത്? വാക്വം ഓക്കെ ആണോ? നെക്സ്റ്റ് compressed air. Compressed air used for both medical and non-medical purpose. എന്താണ്, മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ പർപ്പസുകൾക്കായി വേണ്ടിയിട്ട് എന്താണ് കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ യൂസിൽ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇൻഡോസ് ലബോറട്ടറി വർക്ക്, ഇൻഹലേഷൻ തെറാപ്പി ആൻഡ് പവർ ഓഫ് സർജിക്കൽ ടൂൾസ് എന്താണ് ലബോറട്ടറി വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻഹലേഷൻ തെറാപ്പി, ഇൻഹലേഷൻ ശ്വസന തെറാപ്പികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ സർജിക്കൽ ടൂൾസുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട പവർ ആയിട്ടും കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. ലാബിൽ എന്ത് ചെയ്യണം, ടെസ്റ്റുകൾ നടത്തണമെങ്കിൽ പാർട്ടിക്കിൾസ് ഒക്കെ മെഷർ ചെയ്യണ്ടേ? മെഷർ ചെയ്യണോ? അപ്പൊ അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് മെഷർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ കംപ്രസ്ഡ് സാന്ദ്രത കൂടിയത് അല്ലെ, സാന്ദ്രത കുറഞ്ഞ പാർട്ടിക്കിൾസിലെ അങ്ങനെയൊക്കെ ചെയ്യണ്ടേ? ഇപ്പൊ ബ്ലഡ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ആ പാർട്ടിക്കിൾസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലബോറട്ടറി വർക്കുകൾക്ക് കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? Next, system components of centralized gas system. എന്താണ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന കമ്പോണൻസ്, സിസ്റ്റം കമ്പോണൻസ് എന്തൊക്കെയാണ്? ആ സിസ്റ്റത്തിൽ എന്തൊക്കെ കമ്പോണൻസ് ഘടകങ്ങൾ ഉണ്ടായിരിക്കും? എന്തൊക്കെ ഉണ്ടായിരിക്കും? സോഴ്സ് വേണ്ടേ? ഒരു ഗ്യാസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യില്ലേ,
അതിന് സോഴ്സ് വേണ്ടേ? സിലിണ്ടർ വേണം അല്ലെ, ഒരുപാട് സിലിണ്ടേഴ്സ് വേണം, അല്ലെങ്കിൽ ടാങ്ക് വേണം അല്ലെ, ആ ഗ്യാസ് കണ്ടെയ്ൻ ചെയ്യുന്ന വേണം അല്ലെ. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? സോഴ്സ് ഓഫ് സപ്ലൈ. ആ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്, ആ പേഷ്യൻസിന് കൊടുക്കുന്നതിന് വേണ്ടി ഒരു സോഴ്സ്, ഉറവിടം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് അല്ലെ, ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മ എങ്ങനെയാണ് ഗ്യാസ്, സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തില് എല്ലാ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഗ്യാസുകൾ നൽകുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? പൈപ്പ് ലൈൻ വഴി അല്ലെ, പൈപ്പ് ലൈൻ വഴിയല്ലേ. അപ്പൊ അങ്ങനെയുള്ള പൈപ്പിംഗ് നെറ്റ്വർക്ക്സുകൾ ഉണ്ടായിരിക്കണം. ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നാണ് ആ സിസ്റ്റം, ആ ഗ്യാസ് അല്ലെ അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൈപ്പിംഗ് നെറ്റ്വർക്ക്സുകൾ ഉണ്ടായിരിക്കണം. വാൽവ്സ് ടു കൺട്രോൾ മെത്തേഡ്. എന്താണ്? നമുക്ക് ഗ്യാസുകൾ കൺട്രോൾ ചെയ്യാൻ പോകേണ്ട ഏരിയ അല്ലെ, എവിടേക്കൊക്കെ ഗ്യാസ് എത്തണം അത് കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കുന്നതിന് വേണ്ടി വാൽവ്സുകൾ ഉണ്ടായിരിക്കണം. പിന്നെ വാൽവ്സ് കണ്ടിട്ടുണ്ടോ? ഒരു എക്സാമ്പിൾ പോലെ വാൽവ്സ് എന്തെങ്കിലും പറയാമോ? അറിയാമോ? നമ്മളെ ഡെയിലി നമ്മുടെ ജീവിതം നമ്മ ഉപയോഗിക്കുന്നതാണ്, നമ്മുടെ വീടുകളിലുണ്ട്. ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാമോ? വാൽവ് നമ്മുടെ വീട്ടില് വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ട് വാട്ടർ മോട്ടർ വാട്ടർ രണ്ട് ടൈപ്പ് വാൽവ് ഉണ്ട് അല്ലെ. മോട്ടറിലാണ്, മോട്ടറിലുണ്ട്. അതുകൊണ്ട് വീടുകളിലും എന്താണ് വാട്ടർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി വാൽവുകൾ ഉണ്ടോ? മെയിൻ വാൽവ് ഉണ്ട്, സപ്പോർട്ടിംഗ് വാൽവുകളും ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ? ഉണ്ട് അല്ലെ. എങ്ങനെയാണ്? മെയിൻ വാൽവ് കൂട്ടിക്കഴിഞ്ഞാൽ, മെയിൻ വാൽവ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഒരു ഭാഗത്തേക്കും വെള്ളം വരില്ലല്ലോ, വാട്ടർ സപ്ലൈ ഉണ്ടാവില്ലല്ലോ. ഇല്ല. ഇപ്പൊ നമ്മൾ പർട്ടിക്കുലർ ഒരു ഏരിയ, ഇപ്പൊ ബാത്റൂമിന്റെ ആ സെക്ഷനിലുള്ള വാൽവാണ് കൂട്ടുന്നതെങ്കിൽ എന്താണ്, ആ ബാത്റൂമിലേക്ക് ഉള്ള വെള്ളം മാത്രം വരിക അല്ലെ, അല്ലെ ആ സൈഡ് മാത്രം. അപ്പൊ എന്താണ്, ആ ഭാഗത്തേക്ക് മാത്രം അല്ലെ. രണ്ട് ടൈപ്പ് വാൽവ് ഉണ്ട് അല്ലെ, മെയിൻ വാൽവ് ഉണ്ട്, സപ്പോർട്ടിംഗ് വാൽവ് ഉണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ എവിടെയെങ്കിലും ഒരു ഏരിയയില് ലീക്കേജ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു പൈപ്പ് ഒടിഞ്ഞു പോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വാൽവ്, ആ സൈഡിലുള്ള ആ വാൽവ് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ. വാൽവുകൾ എന്താണ്, ആ സിസ്റ്റത്തിൽ നിന്ന് ആ ഒരു ഗ്യാസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ട വാൽവ്സുകൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? വാൽവ്സ് നെക്സ്റ്റ് ഇനി പറയുന്നുണ്ട് കേട്ടോ, വാൽവ്സ് ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിക്ക് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. നെക്സ്റ്റ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം ഫോർ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും പ്രഷറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാണ്, നമ്മൾ സാധാരണ ലീക്കേജ് ഉണ്ടായാൽ അല്ലെങ്കിൽ പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ വിവരം അറിയിക്കണോ, ഇൻഫോം ചെയ്യണോ, ശ്രദ്ധയിൽപ്പെടുത്തണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, വാർണിംഗ് അലാം സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടേഴ്സില് ഗ്യാസ് തീർന്നു പോയി കഴിഞ്ഞാല് നമുക്കറിയണ്ടേ, അത് പെട്ടെന്ന് അറിയാൻ പറ്റുമോ? ആ ഗ്യാസ് സിലിണ്ടേഴ്സില് ഗ്യാസ് തീർന്നു പോയി ഇല്ല അല്ലെ, നമുക്ക് അറിയാൻ പറ്റുമോ പെട്ടെന്ന്? നമ്മ വീട്ടില് ഗ്യാസ് തീരുന്നത് എപ്പോഴാണ് അറിയുന്നത്? സ്റ്റവ് കത്താണ്ടാവുമ്പോ. ഗ്യാസ് സ്റ്റവ് കത്താണ്ടാവുമ്പോഴല്ലേ ആണോ? അപ്പൊ ഈ ഹോസ്പിറ്റലില് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിലിണ്ടേഴ്സിൽ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ അറിയണ്ടേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അലാം കൊടുക്കുന്നതിന്, മറ്റുള്ളവരെ എന്താണ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം ഈ സിസ്റ്റത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. ഔട്ട്ലെറ്റ് എന്തിനു വേണ്ടിയിട്ടാ? മിസ് ആദ്യം തന്നെ ഔട്ട്ലെറ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പേഷ്യൻസിന് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ലൈക്ക് ഓക്സിജൻ ആണ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവർക്കത് കൊടുക്കുന്നതിന്, പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഔട്ട്ലെറ്റ്സ്. ഇങ്ങനത്തെ കണ്ടിട്ടില്ലേ സ്വിച്ച് പോലെയൊക്കെ ഹോസ്പിറ്റലില്?
ഔട്ട്ലെറ്റ് ക്ലിയർ ആയോ? ഇൻലെറ്റ് എന്ന് പറഞ്ഞാല് ആ സോഴ്സിൽ നിന്ന് പൈപ്പ് ലൈനിലേക്ക് കണക്ട് ചെയ്യില്ലേ? സോഴ്സിൽ നിന്ന് പൈപ്പ് ലൈനിലേക്ക് പ്രൊവൈഡ് ചെയ്യില്ലേ? ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ലേ? അതിനെയാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു എന്ന് പറയേണ്ട കാര്യങ്ങളാണ് അല്ലേ? സോ അതുകൊണ്ടാണ് ഈ ഫോട്ടോസ് ഒക്കെ കാണിച്ചെന്ന് മിസ് എടുത്ത് തരുന്നത് കേട്ടോ. നെക്സ്റ്റ് സെക്കൻഡറി ഔട്ട്ലെറ്റ്സും ഇൻലെറ്റ്സും ക്ലിയർ ആയോ? ഔട്ട്ലെറ്റ്സും ഇൻലെറ്റ്സും ക്ലിയർ ആയോ? നെക്സ്റ്റ് സെക്കൻഡറി എക്യുപ്മെന്റ്സ്. നമുക്ക് എന്താണ് ഈ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കണം അല്ലെ? ഹോസ്പിറ്റലില് ഈ സിസ്റ്റത്തിനെ ഗ്യാസ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കണ്ടേ? ഈ വാൽവുകളും വാണിംഗ് ആൻഡ് അലാം സിസ്റ്റമും ഔട്ട്ലെറ്റുകളും പൈപ്പിംഗ് നെറ്റ്വർക്കുകളും ഉണ്ടായാൽ മാത്രം നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ? എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റ് രീതിയിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത് വേണം അല്ലെ? ഇപ്പൊ എന്താണ് ഹോസസ്? നമ്മുടെ വീട്ടില് ഗ്യാസ് സിലിണ്ടേഴ്സിൽ നിന്ന് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് എന്ത് വഴിയാണ് ഗ്യാസ് കൊടുക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്? പൈപ്പ്, ഹോസസ് എന്ന് പറയും അല്ലെ? ഹോസ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഹോസസ് ഉണ്ടായിരിക്കും. പിന്നെ ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗ്യാസ് ഫ്ലോ മീറ്റർ അതായത് ഗ്യാസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ? അതിന്റെ മെഷർമെന്റ് കാണിക്കുന്നതിന് വേണ്ടി ഗ്യാസ് ഫ്ലോ മീറ്റർ ഉണ്ടായിരിക്കും. ഗേജ് ഉണ്ടായിരിക്കും. പിന്നെ വാക്വം റെഗുലേറ്റേഴ്സ്, നമുക്കറിയാം നമ്മ വീട്ടില് റെഗുലേറ്റേഴ്സ് അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സുകളെ കൂടി എന്തിലുണ്ടായിരിക്കും? ഈ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് ആയിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അത് വായിച്ചു നോക്കിയേ മിസ്. നെക്സ്റ്റ് മിസ്സിന് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ മിസ്. മാൻഹോൾ സിസ്റ്റം അതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഒരു സാധനം കണ്ടുപിടിക്കുമ്പോ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. മിസ് ഇന്ന് എടുത്തതൊന്ന് നോക്കിയേ. ഇന്ന് എടുത്തതൊന്ന് നോക്കിയേ. ക്ലിയർ ആണോ നോക്കിയേ. നെക്സ്റ്റ് ക്ലാസ് ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, ആരും പോവണ്ട. നോക്കിയേ, ഇന്ന് മിസ് എടുത്തത് എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ മിസ് ബാക്കി ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. മാനിഫോൾഡ് സിസ്റ്റം അങ്ങനെയുള്ളതൊക്കെ പറയുന്ന സോഴ്സസ് പറയുന്നുണ്ട്, വാൽവ് എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ മിസ്സിന് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you. Thank you, ma'am. Thank you, ma'am.